ഇപ്പം പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ഇയേഴ്സിൽ തന്നെ മിക്ക കുട്ടികൾക്കും ഇപ്പം PCOD ആണ്. ഓട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയ ഒരു സംഭവമല്ല. ഇറ്റ്സ് എ ഹൈ ഇമ്പാക്റ്റ് ആക്ടിവിറ്റി. ആണുങ്ങൾ വെയിറ്റ് എടുക്കുന്ന പോലെ പെണ്ണുങ്ങൾ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ മസിൽ വരുമല്ലോ. എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് കാർബ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. 10 മേലെ റീസൺസ് കൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ വരാം. റിഫൈൻ ഷുഗർ മാത്രമല്ല, റിഫൈൻ പ്രോഡക്ട്സുകളും നമുക്ക് ക്യാൻസർ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നു എന്നാണ്. ലിമിറ്റഡ് ആയിട്ട് കഴിച്ചാലും ഇതുപോലത്തെ റിസ്ക്കുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ ജനറ്റിക്, നിങ്ങൾക്ക് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ, ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മളൊരു ഡയറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. കംപ്ലീറ്റ് ആയിട്ട് പഞ്ചസാര കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ബ്ലഡ് ചെക്കപ്പിൻ്റെ റിപ്പോർട്ട് ഇല്ലാതെ ഞാൻ ഒരു ക്ലയൻറ്റിൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യില്ല. ഹൈപ്പർ ടെൻഷനുള്ള ആൾക്ക് നോർമൽ ഹാർട്ട് റേറ്റിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അയാളെ പുഷ് ചെയ്യാൻ പാടില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഒരു പേഴ്സണൽ ട്രെയിനർ ലൈസൻസ്ഡ് ന്യൂട്രീഷനിസ്റ്റ് അല്ല എങ്കിൽ ആ ട്രെയിനർക്ക് ഒരു പ്രോട്ടീൻ പൗഡർ റെക്കമെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഒരു ഹെൽത്തി ലൈഫിൽ ഫുഡും എക്സസൈസും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എൻ്റെ പേര് സിമി, ഞാൻ ഡയറ്റീഷ്യനാണ്. ഇന്ന് എൻ്റെ കൂടെ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് F45 കോച്ചസ് ആയിട്ടുള്ള CGയും GBAയുമാണ്. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് എക്സസൈസ് ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഡയറ്റ്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് സജഷനാണ് അല്ലെങ്കിൽ എന്ത് ടിപ്പാണ് നിങ്ങൾക്ക് പബ്ലിക്കിന് പറയാൻ പറ്റുന്നത്? ഓക്കെ, എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ ക്രോണിക് ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മെൻ്റൽ ഫോക്കസ്, കോഗ്നിറ്റീവ് ഫങ്ഷൻ, ഫോൾസ് നമ്മൾ ഏജ്ഡ് ആകുമ്പോൾ നമ്മൾ ഫോൾസ് പ്രിവെൻറ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എക്സസൈസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ എക്സസൈസ് നിർബന്ധമാണ്. ഇതിന് നമുക്ക് മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഓരോരുത്തരുടെ ഗോൾ അനുസരിച്ച് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഏത് പ്രായത്തിലായിരിക്കും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും? ഏത് പ്രായത്തിൽ നമുക്ക്, അല്ലെങ്കിൽ ടോഡ്ലർഹുഡ് അല്ലെങ്കിൽ ഇൻഫൻറ്റ് സമയത്ത് നമുക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ചെറുപ്പത്തിലേ തന്നെ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മളുടെ ചെറുപ്പത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മളൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. ഫോർ എക്സാമ്പിൾ എൻ്റെ പേഴ്സണലായിട്ട് കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി വളരെ കൂടുതലായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ആക്ടിവിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം പണ്ടത്തെ കാലങ്ങളുണ്ടായിരുന്ന പോലെ നമുക്ക് ഫ്രീക്വൻറ്റ് സ്നാക്കിംഗ് ഒന്നും പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എവറി 2 hours സ്നാക്സ്, അതുപോലെ ആക്ടിവിറ്റി കുറവ്, നമുക്ക് ഫുഡ് ഹാബിറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എക്സസൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയാണ്. ഇപ്പം ഡയറ്റ് മാത്രം നോക്കി വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരാളോട് എന്താണ് പറയാനുള്ളത്? എക്സസൈസ് ചെയ്യാതെ നമുക്ക് വെയിറ്റ് ലോസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നോർമലി നമ്മൾ പറയുന്നത് 70% ഡയറ്റ്, 30% വർക്കൗട്ടാണ് നമ്മുടെ വെയിറ്റ് ലോസ് നമ്മൾ പറയുന്ന പാർട്ട് എന്ന് പറയുന്നത്. അപ്പം എന്നാലും നമ്മളെല്ലാവരും ഒരു സെഡൻറ്ററി ലൈഫ് ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ബോഡീനെ ആക്റ്റീവായിട്ട് നിർത്തുക എന്നുള്ളതും കൂടിയുണ്ട്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കാലറി ബേൺ ചെയ്യുന്നുണ്ട്, നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ആവുന്നുണ്ട്. BMR എല്ലാവർക്കും ഡിഫറെൻറ്റ് മെറ്റബോളിസമാണ് ഉള്ളത്. അപ്പോൾ ആ മെറ്റബോളിസം നമ്മൾ ബൂസ്റ്റപ്പ് ആകുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കലി ബേൺ യുവർ കാലറി. അതുമാത്രമല്ല, ഇപ്പോൾ സിജി മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പണ്ടത്തെ ഒരു ചൈൽഡ്ഹുഡ് ലൈഫ് അല്ല നമ്മളിപ്പോൾ. നമ്മുടെ പിള്ളേർക്കാണെങ്കിലും നമ്മളൊക്കെ കളിച്ച് നടന്ന പോലൊരു ഗ്രൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരുണ്ടാക്കി തരുന്ന പോലത്തെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കോ, അന്നൊക്കെ കൊഴുക്കട്ടയാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, പക്ഷേ ഇപ്പം ഏറ്റവും ഹെൽത്തി സ്നാക്കായിട്ടൊക്കെ കൊഴുക്കട്ടകൾ വന്നു തുടങ്ങിയിട്ട് ഇപ്പം നമ്മളെല്ലാവരും ഈസി വേയിൽ പോയി ഒരു ലേസ് പാക്കറ്റ് മേടിച്ചു, ഒരു ബിങ്കോ പാക്കറ്റ് മേടിച്ചു, അല്ലെങ്കിൽ പാക്കറ്റ് ജ്യൂസസ്. നമ്മളൊരു ജ്യൂസ് പോലും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ടൈം ആർക്കും ഇല്ലേന്നാലും നമ്മൾ അതിനകത്ത് മെനക്കെടാറും ഇല്ല എന്നുള്ളതാണ്. ഇപ്പം എല്ലാവരും സ്വിഗ്ഗി സൊമാറ്റോ പ്രിഫർ ചെയ്യുന്നവരാണ്. ഇപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഉള്ള ഒരു പണ്ടൊരു 40s അല്ലെങ്കിൽ 50s ഉണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പം ഒരു 25 നമുക്ക് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു റിയാലിറ്റി. മെയിനായിട്ടും അതിനകത്ത് വരുന്നത് ലേഡീസിനാണ്. PCOD ഇഷ്യൂസൊക്കെയാണ് കൂടുതൽ. PCODക്ക് 80 അല്ലെങ്കിൽ 70, ഇപ്പം പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ഇയേഴ്സിൽ തന്നെ മിക്ക കുട്ടികൾക്കും ഇപ്പം PCOD ആണ് എന്ന്. അപ്പം അവർ പറയുന്നത് ഞങ്ങൾ നിനക്ക് നോക്കി, പക്ഷേ ഒന്നും പറ്റുന്നില്ല. പക്ഷെ നമ്മൾ അതിന് മുമ്പ് കൊടുത്ത ഫുഡിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പാമ്പർ ചെയ്തതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഈ PCOD നമ്മുടെ പിള്ളേർക്ക് വരുന്നുള്ളത് എന്നുള്ളത് റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നില്ല.
നമ്മൾ പിള്ളേർ കരയാതിരിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഈസി വേയിലായിട്ടും ഈ അൺഹെൽത്തി ഫുഡുകൾ കൊടുത്തുമാണ് പിള്ളേരെ ആ ഒരു സ്റ്റേജിലോട്ട് നമ്മളായിട്ട് ഫോഴ്സ് ചെയ്ത് നമ്മുടെ പിള്ളേരെ ആ ഒരു ലെവലിലോട്ട് എത്തിക്കുകയാണ് ആക്ച്വലി ചെയ്യണത്. സോ പഴയൊരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ PCOD എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കേട്ടിട്ട് കൂടിയില്ല. സോ എന്തുകൊണ്ടായിരിക്കാം അവർക്കില്ലാതിരുന്നതും ഇപ്പോൾ എന്തുകൊണ്ട് PCOD കൂടുന്നതിനെ കുറിച്ച് എന്താണ്? നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് മെയിൻലി. ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പം നമ്മുടെ പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡ് എത്രത്തോളം ഹെൽത്തി ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പോലും നമുക്ക് ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കിപ്പം എല്ലാവരെയും നമുക്ക് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇപ്പം എല്ലാവർക്കും പണ്ട് നമ്മുടെ അമ്മമാർക്കൊന്നും ഒരു വർക്കിംഗ് ആയിരുന്നില്ല, ഒരു എംപ്ലോയിഡ് ആയിരുന്നില്ല. ഇവർ കൂടുതലും ഫാമിലീനെ ഫോക്കസ് ചെയ്തു അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അവർ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും സ്നാക്സും പിന്നെ അന്നത്തെ നമ്മുടെ അവൈലബിലിറ്റി ആയിട്ടുള്ള ഫുഡ്, ഇപ്പോൾ സ്പൈസസ് ആണെങ്കിലും ശരി, നമ്മൾ അതിനകത്ത് വെക്കുന്ന മിക്സസ് ആയാലും ശരി, എല്ലാം പ്യൂരിറ്റി കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പോൾ എല്ലാം എന്താ പറയുക, മായം ചേർന്ന സാധനങ്ങളും അല്ലെങ്കിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഉള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗവുമായിട്ട് തന്നെയാണ് വരിക. പിന്നെ രണ്ടാമത് നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡുകളൊക്കെ കൂടുതലും ഈ റെഡി ടു മിക്സ്, അല്ലെങ്കിൽ ഇപ്പം മാവാണെങ്കിൽ പോലും, ഇപ്പം ഇഡ്ഡലി മാവാണെങ്കിൽ പോലും നമ്മൾ പോയി കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് ഇഡ്ഡലി മാവ് തരുമോ എന്നാണ് ചോദിക്കുന്നത്. അത് അവർ കേടാവാതിരിക്കാൻ വേണ്ടി അതിനകത്ത് എന്തൊക്കെ ചേർക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലും നമ്മുടെ ജോലിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യണം. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണ് ഒരാൾക്കുള്ളതെങ്കിൽ ഇതെങ്ങനെ പോസിബിൾ? അത് വേറെ ഓപ്ഷൻ ഇല്ല. ഇൻ ഫ്യൂച്ചറിൽ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം അസിഡിറ്റി പ്രോബ്ലമായിട്ടും അല്ലെങ്കിൽ കിഡ്നി ലിവർ പ്രോബ്ലമായിട്ടും ഒക്കെ നമുക്കിപ്പോൾ ഒത്തിരി പേരിൽ നമുക്കത് കാണുന്നുണ്ട്. ഇപ്പം പാൻഡമിക് കഴിഞ്ഞതിന് ശേഷം ഇപ്പം എല്ലാവരുടെയും ഹെൽത്ത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമ്മുടെ അടുത്ത വാക്സിൻ്റെ എഫക്റ്റും നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും എല്ലാം ഭയങ്കര പ്രോബ്ലം. ഇപ്പം എനിക്ക് തോന്നുന്നത് കോവിഡിന് ശേഷം കുറച്ചുകൂടി ആൾക്കാർ കുറച്ചുകൂടി വർക്കൗട്ടിലും അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സിലും ഒക്കെ കുറച്ചുകൂടി അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളൊരു ഫീലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം എനിക്ക് കോവിഡിന് ശേഷം പേഴ്സണലി എനിക്ക് കിട്ടുന്ന ഡയറ്റ് ക്ലയൻസിൻ്റെ എൻക്വയറീസ് വളരെ കൂടുതലാണ്. അവരെല്ലാവരും ബേസിക്കലി ഓവർ വെയ്റ്റ് പേഴ്സൺസ് മാത്രമല്ല, ഒരു 5 kg 6 kg അല്ലെങ്കിൽ ഒരു 5 kg, ഇപ്പം ഫോർ എക്സാമ്പിൾ 5 kg വെക്കുന്ന ആൾ തന്നെ അവർക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണമെന്ന് മാത്രമാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ വെയിറ്റ് ലോസ് എന്നല്ല, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിലോട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യാം എന്നുള്ള ഒരു ഗൈഡ് ലൈൻ വേണ്ടിയാണ് അവർ ഡയറ്റ് കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതിൽ കുറച്ച് ആളുകൾ ഇപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ യൂട്യൂബ് വഴിയൊക്കെ നോക്കിയിട്ട് ധാരാളം വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ വർക്കൗട്ടുകൾ, ഒത്തിരി വർക്കൗട്ടുകൾ. ഒരു ട്രെയിനർ ഇല്ലാതെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എന്തായിരിക്കും? ട്രെയിനർ ഇല്ലാതെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചാൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അയാളുടെ ഇൻഡിവിജ്വൽ ഗോൾസ് അനുസരിച്ചിട്ട് അയാൾക്ക് എന്തെങ്കിലും പ്രീവിയസ് ഇഞ്ചുറീസ് ഉണ്ടോ, ഇല്ലെങ്കിൽ ഏത് എക്സസൈസ് ആണ് നമുക്ക് അയാൾക്ക് ബെറ്റർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്, ഫോം ആൻഡ് ടെക്നിക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് യൂട്യൂബ് വഴി പഠിക്കാൻ പറ്റില്ല. കാരണം നമുക്കതിന് ഒരു ഡീകണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഒരു എക്സെപ്ഷൻ ആണ്. കാരണം അവർ ഓൾറെഡി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ യൂട്യൂബിൽ നോക്കി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫോം അറിയാം, ടെക്നിക്ക് അറിയാം, എനിക്കത് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷേ മെജോറിറ്റി ഓഫ് ദ കാറ്റഗറി ഇത് അറിയാൻ പാടില്ലാത്ത ആളുകൾ തന്നെയാണല്ലോ. പിന്നെ അത് മാത്രമല്ല, ഹോം വർക്കൗട്ടുകളിൽ നമുക്കിപ്പോൾ ഒരു ജിമ്മിലുണ്ടാവുന്ന വെയിറ്റിൻ്റെ ഒരു വേരിയേഷൻസ് ഉണ്ടല്ലോ. 5 kg 10 kg 30 kg 40 kg 60 kg എന്ന് പറഞ്ഞാൽ വെയിറ്റിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ആ ഒരു നമ്മളെപ്പോഴും ലിമിറ്റഡ് ആക്സസ് ആണ് വരുന്നത്. എപ്പോഴും നമ്മൾ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ ഇന്നും ഒരു 10 kg ഡമ്പലെടുത്ത് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് 10 kg ചെയ്തിട്ട് എനിക്ക് എന്താ ബെനിഫിറ്റ് ഉള്ളത്? ഞാൻ അതിൽ നിന്നും പ്രോഗ്രസീവായിട്ട് ഞാൻ 25 30 എത്തിയാൽ മാത്രമല്ലേ എനിക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് രാവിലെ ഓടാൻ വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത് ചേച്ചിക്ക്? സോ ഓടാൻ പോകുന്ന ആളുകളോട് പറയാനുള്ളത്, ഓട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയ ഒരു സംഭവമല്ല. ഇറ്റ്സ് എ ഹൈ ഇമ്പാക്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ ഹൈ ഇമ്പാക്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ലെഗ് എക്സസൈസ് ആണ് റണ്ണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ F45 നമ്മൾ വാം എക്സസൈസൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ധാരാളം ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് ഒരു 3K അല്ലെങ്കിൽ 4K പോലും ഓടാതെ ഡയറക്റ്റ് 10Kയിലും 21Kയിലും സൈനപ്പ് ചെയ്യുന്നവരുണ്ട്. ഫ്രണ്ട്സ് പറയും നമുക്കിത് ചെയ്യാം എന്നുള്ള ഒരു ഫോഴ്സ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്നുള്ള ആ ഒരു 21K അല്ലെങ്കിൽ 10Kയിൽ സൈനപ്പ് ചെയ്യുന്നു.
ഏർലി സ്റ്റേജിൽ തന്നെ റൺ ചെയ്ത് തുടങ്ങുന്നത് മിക്കവരും ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ലിംപ് ചെയ്യാൻ തുടങ്ങും. പ്രോബ്ലം ഡീകണ്ടീഷൻ ആയിട്ടുള്ള ഒരാൾ റണ്ണിങ്ങിലേക്ക് തുടങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് പോസ്റ്ററൽ ഇഷ്യൂസ് ഉണ്ടാവും. ഗെയിറ്റ് പ്രോപ്പർ ആയിരിക്കില്ല, ഹിപ്പിന് ഇംബാലൻസ് ഉണ്ടാവാം, നീക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, കോർ സ്ട്രോങ് അല്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ കോമ്പൻസേറ്റീവ് മൂവ്മെൻറ്റ് പാറ്റേൺസിലേക്ക് പോയിട്ട് ഇഞ്ചുറീസിലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ട് ഹൈ ഇമ്പാക്റ്റ് ആക്ടിവിറ്റി റണ്ണിങ് ബോളിൽ ജോഗിങ് പോലുള്ള കാര്യങ്ങളെല്ലാം ഒരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവർക്ക് വാക്ക് ചെയ്യാം, പക്ഷേ റൺ ചെയ്യുന്നതിന് മുമ്പ് ബെറ്റർ ആയിട്ടൊരു പോസ്റ്ററൽ അനാലിസിസ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യും. പതിയെ അവർക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാക്ക് ചെയ്ത് തുടങ്ങിയാലും നമുക്ക് ഗോൾസ് മീറ്റ് ചെയ്യാം. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് റണ്ണിങ്ങിലേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നോർമൽ ഒരു ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും നേരം ജിമ്മിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ഒരാൾ എത്ര ടൈം വർക്കൗട്ട് ചെയ്യണം എന്നാണ് സിജിയുടെ ഒരു അഭിപ്രായം? ഒരാൾക്ക് നല്ല റിക്കവറി, നല്ല സ്ലീപ്പ് ഉണ്ടെങ്കിൽ അയാൾക്ക് എത്ര നേരം വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോൾ സിനിമയോട് ചോദിച്ചാൽ അറിയാം, 5 മണിക്കൂർ 4 മണിക്കൂറും വർക്കൗട്ട് ചെയ്യുന്ന ഒരു ക്ലൈൻറ്റിനെ അറിയാം. അപ്പോൾ 5 പേഴ്സണൽ ട്രെയിനറോ 4 പേഴ്സണൽ ട്രെയിനറോ ഉള്ളത്. അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷോൾഡർ ചെയ്തിട്ട് അടുത്ത ട്രെയിനർ വന്നിട്ട് ചെസ്റ്റ് ചെയ്യുക, അടുത്ത ട്രെയിനർ വന്നിട്ട് ലെഗ് ചെയ്യുക. ഇതെല്ലാം ഒരു ക്ലൈൻറ്റിനാണ് മന്തി കഴിക്കുക, 2 മന്ത് ഫുൾ മന്തി കഴിക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ക്ലൈൻറ്റിന് ബെറ്റർ സ്ലീപ്പും ബെറ്റർ ന്യൂട്രീഷനും ഉണ്ടെങ്കിൽ കാരണം പ്രൊഫഷണൽ അത്ലീറ്റ്സിനെ നോക്കി കഴിഞ്ഞാൽ അവരറിയാം, അവർ 4 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ അവർക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല, അവർ ഉറങ്ങുക. ഈ പറയുന്ന ആൾ പ്രൊഫഷണൽ അത്ലീറ്റ് അല്ല, പക്ഷെ അയാൾക്ക് ധാരാളം സമയമുണ്ട്, അയാൾക്ക് റിക്കവറിക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, നോർമലി ഒരാൾ എത്ര ടൈം വർക്കൗട്ട് ചെയ്യണമെന്നാണ്? അപ്പോൾ സയൻസ് പ്രകാരം ഒരാൾ ഒരു വീക്കിലി 150 മിനിറ്റ്സ് ആണ് പറയുക. അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് ഒരാൾ 150 മിനിറ്റ്സ് ലോ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റി, അതിൽ 5 ദിവസം എടുക്കുകയാണെങ്കിൽ 20 മിനിറ്റിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ റിഗ്രസ് ആയിട്ടുള്ള ആക്ടിവിറ്റി 20 മിനിറ്റ്സ് 2 times ഇൻ എ ഡേ, ലോ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റി ആഴ്ചയിൽ 3 തവണ ചെയ്യാം. അതുപോലെ വെയ്റ്റ് ട്രെയിനിങ് റെക്കമെൻഡ് ചെയ്യുന്നത് വീക്കിലി 3 ദിവസമാണ്. അപ്പോൾ റിക്കവറി ടൈം അപ്പോൾ ഇങ്ങനെയാണ് ആക്ടിവിറ്റി നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ഇന്ന് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഡയറ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പ്രോപ്പറായിട്ടൊരു സ്ലീപ്പിലോട്ട് ഹാബിറ്റിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് എന്ത് ബെനിഫിറ്റാണ് അവർക്ക് കിട്ടുക? പ്രോപ്പർ ബെനിഫിറ്റ്സ് അല്ല, ബെനിഫിറ്റ്സിനേക്കാളും കൂടുതൽ അവർക്ക് ഉണ്ടാകുന്നത് ബോഡിയിൽ ഉണ്ടാകുന്ന മറ്റുള്ള പല പ്രശ്നങ്ങളാണ്. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബോഡിയിൽ റിക്കവറി നടക്കുന്നത്. അപ്പോൾ IT പ്രൊഫഷണൽസ് ആയാലും ശരി, ഏത് കാറ്റഗറിയിലുള്ളവരായാലും ശരി, ഉറക്കം ഇല്ല എങ്കിൽ ബോഡിയിൽ റിക്കവറി ഉണ്ടാകത്തില്ല. ഉറക്കം ഇല്ല എങ്കിൽ ഒരാളുടെ മെറ്റബോളിക് ഡിസീസസുകളായിരിക്കും ഫോളോ ചെയ്യുക. മറ്റ് പല ഡിസീസും, നെക്ക് പെയിൻ, ബാക്ക് പെയിൻ. ഇപ്പോൾ പേഴ്സണലി ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഉറക്കം കുറവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ബാക്ക് പെയിൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം റിക്കവറി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ എക്സർസൈസ്. ഈവൻ എക്സർസൈസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ കൂടി മിനിമം 7 hours സ്ലീപ്പാണ് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് മിനിമം 7 to 8 hours സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഇല്ലാത്ത ഒരാൾക്കാർക്ക് നിങ്ങൾ വീക്കിലി എത്ര ദിവസം വർക്കൗട്ട് നിങ്ങൾ അഡ്വൈസ് ചെയ്യും? സ്ലീപ്പ് ഇല്ലാത്ത ഒരാളോട് പറയുന്നത് വർക്കൗട്ട് വരണ്ട, എനിക്ക് സ്ലീപ്പ് ഇല്ല എന്ന് മെസ്സേജ് ചെയ്യുകയാണ്, ഞാൻ ജിമ്മിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചാൽ ജിമ്മിലേക്ക് വരണ്ട എന്നാണ് പറയുന്നത്. അവർ വന്നിട്ട് കാര്യമില്ല, അന്ന് അവർക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി അവർക്ക് ഉണ്ടാവില്ല. നമുക്കതൊരു ക്ലയൻറ്റിന് അത്രയും പ്രോപ്പറായിട്ട് ഉറങ്ങാത്തൊരു ക്ലയൻറ്റിനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അവർ വർക്കൗട്ട് ചെയ്യുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും അവരത്രയും എനർജറ്റിക് ആയിരിക്കില്ല. ഭയങ്കര ലോ ഇൻറ്റൻസിറ്റി ഇതിലായിരിക്കും അവർ ചെയ്യുക. ഞാൻ പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്ന ക്ലയൻറ്റിനോട് ഞാൻ പറയാറുള്ളത്, ഉറക്കമില്ല എന്ന് എനിക്ക് മെസ്സേജ് അയച്ചെന്നാൽ ഞാൻ പറയുന്നത് വർക്കൗട്ട് വരണ്ട എന്ന് തന്നെ പറയുള്ളൂ. കാരണം ചിലപ്പോൾ 12 o'clock നൈറ്റ് 12 o'clock ഒരു മെസ്സേജ് അയക്കുക, ഞാൻ ഇന്ന സമയത്ത് വരാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും വേണ്ട, കാരണം 12 o'clock പിന്നെ 12 o'clock ഉറങ്ങിയിട്ടില്ല. എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് പറയുകയാണ് ഞാൻ 6 മണിക്ക് നാളെ സെഷൻ ഉണ്ടാവും അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ പറയും
വരണ്ട എന്ന് തന്നെ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 6 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ താഴെ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. എല്ലാവരും മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഡയറ്റ്, എക്സസൈസ് ഡയറ്റ് എന്നാണ്. സ്ലീപ്പ് എന്നുള്ളൊരു കാര്യമാണ് ഒരു മൈൻഡിൽ അല്ലെങ്കിൽ അവർ ഒരു അല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. നൈറ്റ് ഉറങ്ങുന്നതാണ് ഇമ്പോർട്ടൻറ്റ്, പകൽ ഉറങ്ങുന്നതെന്നല്ല. പകൽ ഉറങ്ങുന്നതിന് മറ്റ് പല പ്രശ്നങ്ങളുണ്ട്. അതുപോലെ നൈറ്റ് സ്ലീപ്പ് കിട്ടുക എന്നുള്ളതാണ്. നല്ല ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് നമുക്ക് ഒരിക്കലും പകൽ കിട്ടത്തില്ല. അപ്പോൾ IT പ്രൊഫഷണൽസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരും പകലിടന്ന് ഉറങ്ങുന്നവരുമാണ്. നൈറ്റ് ഉറങ്ങില്ല, അതല്ല പകൽ ഉറങ്ങുന്ന ആളുകൾക്ക് മറ്റു പല ഡിസീസുകളും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ IT പ്രൊഫഷണൽസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയമാണ് നെക്ക് പെയിൻ. നെക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ക്രോണിക് നെക്ക് പെയിൻ, അതായത് ഫോർവേഡ് ഹെഡ് പോസ്റ്റർ, അതായത് ഹെഡ് മുമ്പിലേക്ക് നിൽക്കുക, റൗണ്ടഡ് ഷോൾഡേഴ്സ്, ഇതൊക്കെയാണ് IT പ്രൊഫഷണൽസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം. അതിൻ്റെ കൂടെ ഉറക്കമില്ലായ്മയും. ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടി നൈറ്റ് ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് വളർന്നു വരുന്നൊരു ഗ്രോയിങ് കൺസേൺ എന്താണ്? ഈ ഡയറ്റ് ചെയ്യുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും എല്ലാം മെറ്റബോളിസം നമ്മൾ പോസ്റ്റപ്പ് ചെയ്യാണ്. ഈ മെറ്റബോളിസം ആണ് നമ്മളുടെ ഒരു പ്രിവെൻറ്റീവ് അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി ലെയർ എന്ന് പറയുന്നത് മെറ്റബോളിസം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മളുടെ ടൈമിങ് നൈറ്റിലോട്ട് പോകുന്തോറും നമ്മുടെ നെർവ്സ് എല്ലാം സ്ലോ ഡൗൺ ആവുകയാണ്. റെസ്റ്റിംഗ് അവേഴ്സിലൂടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഇപ്പോൾ പെപ്സി ആയാലും ശരി, അല്ലെങ്കിൽ എയറേറ്റഡ് ഡ്രിങ്ക്സ് ആയാലും ശരി, നമ്മളെല്ലാവരും പോയി നൈറ്റ് ലൈഫിൽ പ്രിഫർ ചെയ്യുന്നത് ഒരു ഹെൽത്തി, നമുക്ക് കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു ഹെൽത്തി ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പ് എന്നൊക്കെ വളരെ ലിമിറ്റഡ് ആണ് നമുക്ക്. അപ്പം നമ്മളെപ്പോഴും ബർഗറോ KFCയോ അല്ലെങ്കിൽ സോസേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ജങ്ക് ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അത് നമ്മുടെ ബോഡിയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾക്ക് അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അല്ലെങ്കിൽ എനിക്ക് അസിഡിറ്റിയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്ത് കഴിച്ചാലും ഒരു ബേണിങ് സെൻസേഷനാണ്. അത് നമ്മൾ ആ നൈറ്റ് ലൈഫ് റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ജങ്ക് ഫുഡുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി അത് ഒരു എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി ഒരു ഓൺ ദ സഡൻ അല്ല ഞാൻ പറഞ്ഞത്. ഇൻ ഫ്യൂച്ചറിലോട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആയിരിക്കും. എല്ലാവരും ഒരു ഫറ്റീഗാണ്, എപ്പോഴും ക്ഷീണമാണെന്നുള്ളൊരു സംഭവം മിക്ക ആളുകളും പറയുന്നുണ്ടല്ലോ. അതും ക്ഷീണം എന്ന് പറയുന്നതിനകത്ത് ഔട്ട്സൈഡ് ഫുഡ് അല്ലെങ്കിൽ സ്ലീപ്പാണോ? ഔട്ട്സൈഡ് ഫുഡും സ്ലീപ്പും ഒരു ഫാക്ടർ. പക്ഷെ അങ്ങനെ എല്ലാത്തവർക്കും ക്ഷീണം പറയാറുണ്ട്. നമ്മളെപ്പോഴും ഡയറ്റിനകത്ത് ഫുഡും അല്ലെങ്കിൽ നമ്മൾ എക്സസൈസും മാത്രമേ പറയും. നമ്മളെങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയാറില്ല. നമ്മളെങ്ങനെ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് നമ്മൾ പറയാറില്ല. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾക്ക് ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണ്, കാർബ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫൈബേഴ്സ് ഇമ്പോർട്ടൻ്റ്, പ്രോട്ടീൻ ഇമ്പോർട്ടൻ്റ്. പക്ഷെ ആരും വെള്ളം എന്നുള്ളൊരു കാര്യം ആരും പറയാറില്ല. ഇതിൽ കാർബോഹൈഡ്രേറ്റ്സും ഇല്ലെങ്കിൽ പഞ്ചസാര, ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? നമ്മൾ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്ന് നമ്മൾ പറയാറില്ല. എൻ്റെ പേഴ്സണലി അല്ല, നമ്മൾ കംപ്ലീറ്റ്ലി, എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് കാർബ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്നത് മോർണിംഗിൽ നമ്മൾ ഡെഫിനറ്റായിട്ടും ഒരു കാർബ് സോഴ്സ് എടുക്കണമെന്നുള്ളതാണ് നമ്മൾ. കാരണം കാർബാണ് നമുക്ക് ഒരു ഹോൾ ഡേയിലോട്ടുള്ള എനർജി തരുന്നത്. അപ്പം നമുക്ക് എനർജി കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇപ്പം നമ്മളെല്ലാവരും സൗത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി, ദോശ, പുട്ട് അങ്ങനെയുള്ളതായിരിക്കും അല്ലേ. പക്ഷേ നമ്മൾ ആരും ഇഡ്ഡലി 2 എണ്ണത്തിൽ നിർത്തണം എന്ന് ചിന്തിക്കാറില്ല. ഞാനൊരു 5-6 ഇഡ്ഡലി കഴിച്ചാൽ എൻ്റെ വയറ് നിറയും. അപ്പം കാപ്പിൻ്റെ കണ്ടന്റ് മാറി, ആക്ഷൻ മാറി അല്ലേ. പക്ഷെ നമ്മളൊരു 3 ഇഡ്ഡലി അതിൻ്റെ ഇതൊരു പ്രോട്ടീൻ സോസും എടുത്താൽ, ഇപ്പം ഓരോരുത്തരുടെ അനുസരിച്ചിട്ടുള്ള ഒരു പ്രോട്ടീൻ സോഴ്സ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഇറ്റ്സ് എ ബാലൻസ് അല്ലേ. കുറെ ആളുകൾ കീറ്റോ പോലത്തെ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് കാർബ് കട്ട് ചെയ്തിട്ട് എനിക്ക് അങ്ങനത്തെ ക്ലയൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് കീറ്റോ ഭയങ്കര എഫക്റ്റീവ് ആണ്, കാർബ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര നാളത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും കാർബ് ഇല്ലാതെ? അല്ലെങ്കിൽ ആ റിസൾട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ റിസൾട്ട് നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള? കീറ്റോ എന്ന് പറയുന്നത് ഒരു ഡയറ്റ് എന്ന് പറയുന്നത് കീറ്റോസിസ് സ്റ്റേജാണ് നമ്മുടെ ബോഡിയിൽ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ കാർബെല്ലാം കട്ട് ചെയ്ത് നമ്മുടെ ബോഡിയിൽ കീറ്റോസിസ് സ്റ്റേജിലോട്ട് എത്തുന്നതിനാണ് ഈ കീറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫാറ്റിന് കൊടുത്ത്
നമ്മുടെ ബോഡിയിലെ ഫാറ്റിനെ ബേൺ ചെയ്യിക്കുക എന്നുള്ള പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ബോഡി ശരിക്കും കാലറി ഡെഫിസിറ്റിലാണ്. ഓക്കെ. അപ്പം നമുക്ക് ഒരുപാട് ഈ കീറ്റോ ഡയറ്റിനകത്ത് ഒരുപാട് ഫുഡുകൾ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ. വളരെ ലിമിറ്റഡ് സോഴ്സിലുള്ള അത് ഹൈ ഫാറ്റി ഫുഡുകൾ മാത്രമാണ് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ കോഫി ഷോട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ്സോ, അതായത് കാപ്പിക്കകത്തോട്ട് തിക്ക് കോഫിക്കകത്തോട്ട് ഇത്ര ഗ്രാം ഓഫ് ബട്ടർ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കുടിക്കുക എന്നുള്ളതാണ് വരുന്നത്. അല്ലെങ്കിൽ എഗ് ഹോൾ എഗ് അല്ലെങ്കിൽ യോക്ക് ചീസോ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. അതിനകത്ത് വെജിറ്റബിൾസിൻ്റെയും അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ വളരെ ഫ്രൂട്ട്സ് ഇല്ല എന്ന് തന്നെ പറയും. അതിനകത്ത് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് വെജിറ്റബിൾസ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഡെഫിഷ്യൻസീസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അപ്പോൾ മനസ്സിലാക്കില്ല. ഓക്കെ. ഫ്യൂച്ചറിലാണ് പ്രോബ്ലംസ് വരുന്നത്. ഇപ്പം എനിക്ക് പേഴ്സണലി കീറ്റോ എടുത്ത ഒത്തിരി ക്ലയൻസിന് ക്രിയാറ്റിനും അല്ല, അവർക്ക് വരുന്ന മെഡിക്കൽ കണ്ടീഷൻസ് ചിലപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? അവർക്ക് മെഡിക്കൽ കണ്ടീഷൻസ് ഇൻ ഫ്യൂച്ചറിലോട്ട് അത് വരുന്നുണ്ട്. രണ്ടാമത്തേത് നമ്മൾ എപ്പം കാർബ് സോഴ്സ് കഴിച്ച് തുടങ്ങുന്നോ അപ്പം നമ്മുടെ വെയിറ്റ് ഷൂട്ട് ചെയ്യാൻ അതാണ്. നമുക്കിത് ലോങ് ടൈമിലോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം ഞാൻ എന്താ പറയുക, ഇപ്പം എനിക്ക് പുറത്തുനിന്ന് ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ട് ഞാൻ റീലൊക്കേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു കീറ്റോ ഫുഡ് കഴിക്കാൻ പറ്റില്ല, കീറ്റോ ഡയറ്റിലൊരു ഫുഡ് കഴിക്കാൻ ഞാൻ പുറത്തുനിന്ന് പോയി ഒരു കാബ് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പോയി. പഞ്ചസാര എങ്ങനെയാണ്, എത്രത്തോളം പ്രശ്നമാണ്? പഞ്ചസാര എന്ന് പറയുന്നത് നമ്മളെല്ലാം റിഫൈൻഡ് ഷുഗേഴ്സ് ആണ് കഴിക്കുന്നത്. നമ്മൾ പോളിഷ്ഡ്, ഇപ്പം വൈറ്റ് കളേഴ്സിലെല്ലാം അത് പോളിഷ്ഡ് സാധനങ്ങളാണ്, റിഫൈൻഡ് ഫോം. പക്ഷെ അതില്ലാത്ത ഏതെങ്കിലും ഒരു ഫുഡ്, സ്വീറ്റ്സ് ഐറ്റംസ് നമുക്ക് നമുക്ക് പിന്നെ കാലറി ലെവലും ഷുഗർ വരുമ്പോഴത്തേക്കും കാലറി ലെവൽ കൂടുതലാണ്. പിന്നെ റിഫൈൻഡ് ഷുഗേഴ്സ്, ക്യാൻസർ പോലത്തെ ഉള്ള റിഫൈൻഡ് പ്രോഡക്ട്സ്, റിഫൈൻഡ് ഷുഗർ മാത്രമല്ല റിഫൈൻഡ് പ്രോഡക്ട്സുകളും നമുക്ക് ക്യാൻസർ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നു എന്നാണ്. ലിമിറ്റഡ് ആയിട്ട് കഴിച്ചാലും ഈ ഇതുപോലത്തെ റിസ്ക്കുള്ള ചാൻസ് ഉണ്ട്. അതെ, ലിമിറ്റഡ്. ഇപ്പം നമ്മളാരും ഈ പഞ്ചസാര എന്താ പറയുക മിനിമൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നവർ ഓക്കെ, പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ? ഇപ്പം എന്താ പറയുക, ബ്രൗൺ ഷുഗർ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ചിലർ ഞാൻ പഞ്ചസാര കഴിക്കുന്നില്ല, ഞാൻ അതിന് പോലെ ഹണി കുഴപ്പമില്ലല്ലോ, ചക്കര കുഴപ്പമില്ലല്ലോ. പക്ഷെ എല്ലാത്തിനും ഒരു കംപ്ലീറ്റ് ആയിട്ട് പഞ്ചസാര കട്ട് ചെയ്തുകൊണ്ടുള്ള ലൈഫ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? പിന്നെ നമ്മുടെ ബോഡിക്ക് എല്ലാം ആവശ്യമാണ്. നമ്മുടെ ബോഡിക്ക് ഇന്നത് കംപ്ലീറ്റ്ലി കട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങൾ വിത്തൗട്ട് ചായ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നൊരു സംഭവമാണ്. മധുരങ്ങളൊന്നും കഴിക്കുന്നില്ല, പക്ഷേ വല്ലപ്പോഴും മാത്രമായിരിക്കും ഞങ്ങൾ എന്തെങ്കിലും സ്വീറ്റ്സ് സ്റ്റുഡിയോയിൽ കൊണ്ടുവരുമ്പോൾ കഴിക്കും. അപ്പോൾ അത് ഒരു ഹെൽത്തി ആണെന്ന് ഫീൽ ചെയ്യുന്നു. പക്ഷേ സ്വീറ്റ്സ് ഒക്കേഷണലി കഴിക്കുന്നുണ്ട്. ഷുഗേഴ്സ് തന്നെ എടുക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഫ്രൂട്ട് ഷുഗേഴ്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഹൈ പ്രോട്ടീൻ ഡയറ്റാണ്. ഓക്കെ, എനിക്ക് എത്ര പ്രോട്ടീൻ വേണമെന്ന് എനിക്കെങ്ങനെ അറിയാൻ അല്ലേ? ആ പ്രോട്ടീൻ എടുക്കുന്ന പ്രോട്ടീനകത്ത് ഞാൻ എത്രത്തോളം ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്യട്ടെ അതാർക്കും അറിയില്ല. ഓക്കെ, എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഒരു 8 മുട്ട, എഗ് വൈറ്റ്, അല്ലെങ്കിൽ 100 ഗ്രാം ചിക്കൻ, അല്ലെങ്കിൽ 200 ഗ്രാം ചിക്കൻ അല്ലേ കഴിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ എങ്ങനെ ഏത് പോർഷൻ സൈസിൽ കഴിക്കണം. ഇപ്പം ജിബിയ മുമ്പ് പറഞ്ഞ പോലെ ഈ ഓൺലൈനിലൊക്കെ കാണാറുണ്ട് ഡയറ്റ് അല്ലേ? ഇപ്പം അതിനകത്ത് ഇപ്പം ഒരാൾ ഫോർ എക്സാമ്പിൾ അയാൾ പറയുകയാണ് ഞാൻ ഇത്ര ഗ്രാം ഓഫ് പ്രോട്ടീനെ കഴിക്കാൻ പാടുള്ളൂ, ഇത്ര ഗ്രാം ഓഫ് ഇത്ര കാർബ് എടുക്കാൻ പാടുള്ളൂ, നിങ്ങളുടെ കാലറി ടേക്ക് ഇങ്ങനെയാണ്, ഇങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് ഡയറ്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ ബോഡി ടൈപ്പ് എങ്ങനെയാണ്, നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ എങ്ങനെയാണ് അല്ലേ? അപ്പം നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ ജെനറ്റിക്, നിങ്ങൾക്ക് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ, ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മളൊരു ഡയറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് ജിബിയെ ഫോളോ ചെയ്താൽ ജിബിയുടെ റിസൾട്ട് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലേ? അതുപോലെ തന്നെയാണ് സിജിക്കും. സിജിയുടെ ഗോളും ഫിറ്റ്നസ് ലെവലും അല്ലെങ്കിൽ ആക്ടിവിറ്റി ലെവലും വേറൊരു റേഞ്ചിൽ നിൽക്കുമ്പോൾ ജിബിയുടെ സെയിം ഡയറ്റ് തന്നെ സിജി ഫോളോ ചെയ്തത് സിജിക്ക് എന്ത് എഫക്റ്റ് കിട്ടുക? സിജിയുടെ ഗോൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ധാരാളം ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന പോലെ തന്നെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത് അയാൾ ഈറ്റ് ചെയ്യുന്ന അയാൾ കഴിക്കുന്ന സംഭവം അനുസരിച്ചിട്ടാണ് അയാൾ പറയുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടൊരു കാര്യം ഇല്ല എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് കോമൺലി ജനറലൈസ് ചെയ്ത് പറയാം. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ 45 നമ്മൾ ചലഞ്ച് നടത്താറുണ്ട്. ചലഞ്ചിന് കോമൺ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇത് നിങ്ങൾക്ക് എത്രത്തോളം
എഫക്റ്റ് ചെയ്യും എന്ന്. കാരണം നമ്മളൊരു ബേസ്ഡായിട്ട് മാത്രമേ കൊടുക്കാം. കാരണം ഒരാളുടെ ലെവലും വേറൊരാളുടെ നീഡും ആക്ടിവിറ്റിയും എല്ലാം ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ നീഡ് കംപ്ലീറ്റ് ചെയ്യണില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ക്ലൈൻറ്റ് നമ്മൾ പേഴ്സണലി മെസ്സേജ് ചെയ്യാറുണ്ട്, എനിക്ക് ഇത് മതിയോ എന്നിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. പക്ഷെ ബേസിക് ഡയറ്റ് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഫോളോ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡയറ്റ്. ആ ഡയറ്റ് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് നമുക്ക് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ പേഴ്സണൽ ക്ലയൻസിനോട് ഞാൻ ബ്ലഡ് ചെക്കപ്പിൻ്റെ റിപ്പോർട്ടില്ലാതെ ഞാനൊരു ക്ലയൻറ്റിൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യില്ല. ഞാനത് ഇനീഷ്യലി വിളിക്കുമ്പോൾ തന്നെ നമ്മൾ പറയും, ബ്ലഡ് ചെക്കപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഡയറ്റ് എടുക്കാൻ പറ്റില്ല. പിന്നെ അതിനകത്ത് നമ്മളൊരു എക്സെപ്ഷൻ കൊടുക്കുന്നത് എബ്രോഡ് ക്ലയൻസിനാണ്. അവർക്ക് നമ്മുടെ ഇവിടുത്തെ പോലെ എപ്പോഴും പോയി ബ്ലഡൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു കൺസേൺ ലെറ്റർ എടുക്കാറുണ്ട്. നിങ്ങളുടെ ഓൺ റിസ്കിൽ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം നമ്മളിപ്പം ചിലപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും എനിക്ക് യൂറിക് ആസിഡ് കൂടുതലാകുന്നത് കാണുന്നത്. ഞാൻ എന്നിട്ട് അയാൾക്ക് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഇട്ടു. അയാളുടെ യൂറിക് ആസിഡ് ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. അയാൾ വേറൊരു കണ്ടീഷനിലോട്ട് അയാൾ മെഡിക്കൽ കണ്ടീഷൻസ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ മെഡിക്കൽ സൈഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ഡയറ്റ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള ഡയറ്റ് മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും അല്ലെങ്കിലും ജനറലൈസ്ഡ് ഇപ്പോൾ വേറൊരാൾ ചിലർ പറയും, ഇങ്ങനെ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലതായിരുന്നു, നീ ഇത് പോയി ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. ചിലർ പറയും ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക, മറ്റേ ലൈം ഹണി ഇട്ട് കഴിഞ്ഞാൽ സ്റ്റൊമക്കിൽ ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ലോസ് വരും. ചിലവർക്കത് കിട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ചിലവർക്കത് ആസിഡിറ്റി ആയിട്ട് മാറുന്നുണ്ട്. കാരണം സ്റ്റൊമക്കിൽ ലൈം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി ചെറിയ ചെറിയ ആസിഡിറ്റി റിലേറ്റഡ് ആയി. കാരണം അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ബാഡ് ആയിരിക്കും. അവർ പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിലായിരിക്കില്ല ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് ചെറിയ ആസിഡിറ്റി ലെവൽ ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ലൈമൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കലി ഇറിറ്റേറ്റിംഗ് കൂടി. അപ്പോൾ ഇത് ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. വളരെ നല്ലതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒബീസിറ്റി കാറ്റഗറിയിൽ വരുന്നവർക്ക് അവർക്ക് നമുക്ക് എത്രത്തോളം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഈവൻ ഒബീസിറ്റി കാറ്റഗറിയിലെങ്കിലും ചില ആളുകൾക്ക് അസിംറ്റമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. സിംറ്റമാറ്റിക്കും അസിംറ്റമാറ്റിക്. അപ്പോൾ ഒരാൾ ഒബിസിറ്റി അല്ല എന്ന് കരുതി അയാൾക്ക് അസുഖം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല. കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരി വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ആൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്. പുള്ളിക്കാരിയുടെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ ആവാം. ഫുഡ് ഹാബിറ്റ്സ് പുള്ളിക്കാരി വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരുപാട് ഫാറ്റി ഫുഡ്സും സ്വീറ്റ്സും അത് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് എല്ലാവരും പറയൂലേ, നിനക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ പോയി നെയ്യ് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ലേഹ്യങ്ങൾ കഴിച്ചാൽ മതി. ആ ലേഹ്യത്തിനകത്തൊക്കെ നെയ്യ് വരുന്നുണ്ട്. പിന്നെ ബട്ടർ, അങ്ങനെ ആക്ടിവിറ്റി ലെവലൊന്നുമേ ഇല്ല. മനസ്സിലായോ? ഒരു രീതിയിലും ആക്റ്റീവ് അല്ല ബോഡി. അപ്പം ചിലപ്പോൾ ജെനറ്റിക് ഫാമിലി ഹിസ്റ്ററിയിലും ചിലപ്പം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ വളരെ യങ് ഏജ് ആണ് ആ ലേഡി. പക്ഷേ കൊളസ്ട്രോൾ ഉണ്ട്, ട്രൈഗ്ലിസറൈഡ് ലെവലൊക്കെ കുറച്ച് ഹയർ ആണ്. HbA1c ഷുഗർ ഒരു പ്രീ ഡയബറ്റിക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന പോലെ കാർബോഹൈഡ്രേറ്റ്, ഹൈ കാർബോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലറി കുറച്ച് കൂട്ടിയൊന്നും അപ്പോൾ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ലളിത കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ്, ഇപ്പോൾ സ്ത്രീകൾ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്താണ് ബെനിഫിറ്റ്സ്? നിങ്ങൾ രണ്ടുപേരും വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ എന്താണ് ജിബിയൊക്കെ അതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടെ ആക്റ്റീവായിട്ടിരിക്കുന്നത് കൂടുതലായിരിക്കും. നമ്മുടെ ഒരു ഡേ ഫുള്ളും നമ്മുടെ ലൈഫ് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ബാക്കി ആക്ടിവിറ്റീസൊക്കെ കുറവാണെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെനിഫിറ്റ്സ്, നമ്മൾ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കുക, കുറച്ച് എനർജറ്റിക് ആയിട്ടിരിക്കുക എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാൻ 7th സ്റ്റാൻഡേർഡ് തൊട്ട് സ്പോർട്സ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷനാണ് ട്രെയിനിങ് ഫീൽഡ് എന്നുള്ളത്. അപ്പം ആദ്യമായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അവർക്ക് ആദ്യത്തെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 3 days എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗ്ലിങ് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ലേഡീസ് കുറച്ച് മടിയുള്ള ആൾക്കാരും കൂടെയാണ്. അപ്പം ഫസ്റ്റ് ഡേ വർക്കൗട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ബോഡി പെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പം പിറ്റേ ദിവസം അവർക്ക് ഇന്ന് പോകണ്ട, അല്ലെങ്കിൽ അടുത്ത ദിവസം പോവാം. പക്ഷെ അത് പിന്നെയും സ്കിപ്പായി വരാതിരിക്കുന്ന ആൾക്കാരെയും എനിക്ക് പേഴ്സണലി എനിക്കറിയാം.
പക്ഷേ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഒത്തിരി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒത്തിരി മാറിയിട്ടുണ്ട്. ഒത്തിരി മെഡിക്കലി കുറേ ഇഷ്യൂസൊക്കെ ലേഡീസിന് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ കുറേ മാറിക്കിട്ടും. കുറേ നമ്മൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ പി സി ഒ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വലി മെഡിസിൻ പി സി ഒ ഡിക്ക് ആക്ച്വലി മെഡിസിൻ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് തന്നെയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽ ലൈറ്റ് ആൻഡ് ഗുഡ് എന്നുള്ളൊരു ഇതാണ്. അത് മാത്രമല്ല നമുക്ക് ഇപ്പം ഒരു പലരും പറയാറുണ്ട്, ഞാനൊരു 5 വർഷം മുമ്പ് ഞാൻ ഇങ്ങനായിരുന്നു അങ്ങനായിരുന്നു, ഞാനിത് ചെയ്യുമായിരുന്നു, ശരി ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ ഒരു ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി 3 days എങ്കിലും നമ്മൾ മിനിമം വർക്കൗട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും കുറച്ചുകൂടി ഈസിയാണ് ഫങ്ഷണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റീസ് കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ മിക്ക ആളുകളും ലേഡീസ് തന്നെ ജിമ്മിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ്, ഞാൻ ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്താൽ എനിക്ക് മസിൽ വരുമോ, ഇല്ലെങ്കിൽ ഞാൻ മസ്കുലർ ആവുമോ, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺസേൺ മിക്ക ലേഡീസും ജിമ്മിൽ വന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ പേഴ്സണൽ ക്ലയൻസും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ജിമ്മിൽ പോയി ഇപ്പം ആണുങ്ങൾ വെയിറ്റ് എടുക്കുന്ന പോലെ പെണ്ണുങ്ങൾ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ മസിൽ വരുമല്ലോ, അത് എന്തുകൊണ്ട്? അതെ, ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ട് കണ്ടിന്യൂസ് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്തെങ്കിലും ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് മാത്രമാണ് സ്കിപ്പ് ചെയ്യാറ്. പക്ഷേ എന്നെ തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഞാനങ്ങനെ മസ്കുലറായിട്ടിരിക്കുന്ന ഒരാളല്ല. നമ്മൾ ഇപ്പം പറയുകയാണെങ്കിൽ F45 വർക്കൗട്ടുകൾ തന്നെ. F45 വർക്കൗട്ട് ശരിക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആക്ടിവിറ്റീസ് ഈസി ആക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വർക്കൗട്ടുകളാണ് അവിടെ കൂടുതലുള്ളത്. അപ്പം ലേഡീസ് ഒരിക്കലും വെയിറ്റ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മസിൽ വെക്കുകയോ അല്ലെങ്കിൽ ബൈസെപ്സ് വരുമോ അല്ലെങ്കിൽ ട്രൈസെപ്സ് വരുമോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ്, ഞാൻ വീട്ടിൽ പണിക്കെല്ലാം ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ എന്താണ് എക്സസൈസ് ചെയ്യുന്നത്. ഞാനെൻ്റെ കിച്ചണിലെ ഞാൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കിച്ചണിലെ പോയിട്ട് പിള്ളേരുടെ കാര്യം നോക്കുന്നു, ബാക്കി കാര്യങ്ങൾ നോക്കുന്നു, അലക്കുന്ന മെഷീനാണിപ്പം, എന്നാലും തുണിഞ്ഞിരിക്കുന്നു, കിച്ചണിലെ എല്ലാ പരിപാടിയും ചെയ്യുന്നു. അതൊരു ആക്ടിവിറ്റി അല്ലേ, അതൊരു എക്സസൈസ് അല്ലേ? അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അതിങ്ങനെ പറയാം, നമ്മൾ സ്ട്രക്ചേർഡ് എക്സസൈസ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. നമ്മളൊരു ജിമ്മിൽ പോയി ചെയ്യുമ്പോൾ ഇറ്റ്സ് കോൾഡ് സ്ട്രക്ചേർഡ് എക്സസൈസ്. നമുക്കൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും, മൂവ്മെൻറ്റിനൊക്കെ ഒരു പ്രത്യേക രീതി ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു പൊസിഷനിൽ ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡർ ആണെങ്കിൽ ഷോൾഡറിൻ്റെ പൊസിഷൻ, ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ലെഗിൻ്റെ ഒരു പൊസിഷനൊക്കെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഈ ആക്ടിവിറ്റികളൊന്നും നോൺ എക്സസൈസ് ആക്ടിവിറ്റിയാണ് വീട്ടിൽ നടക്കുന്നത്. ഇപ്പോൾ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനീസിസ് ഇല്ലെങ്കിൽ നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനീസിസ് നമുക്ക് പറയാം. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ നടക്കുന്ന ആക്ടിവിറ്റീസാണ്. പക്ഷേ അത് എക്സസൈസ് കൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തുണിവിരിക്കാൻ പോയി, ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഗാർഡനിങ് ഇല്ലെങ്കിൽ വീട്ടിൽ ക്ലീൻ ചെയ്തു, ഇതൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് കണക്കാക്കാം. ആഫ്റ്റർ ഓൾ നമുക്ക് അതുകൊണ്ട് റിസൾട്ട് ഉണ്ട്, നമുക്ക് ഹെൽത്തിയാണ്, വീട്ടിൽ ആക്ടിവിറ്റി ചെയ്ത് തന്നെ ഹെൽത്തിയാണ്. അങ്ങനത്തെ ഒരു ആളാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണലി ഒപ്പീനിയൻ, ഇപ്പോൾ ഞാൻ വീട്ടിൽ ആക്ടിവിറ്റീസ് ചെയ്തു, എനിക്ക് ഇനി ജിമ്മിൽ പോകാൻ സമയമില്ല, ഞാൻ ടയർഡാണ്, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല എങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ട്രെയിനിങ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ഇൻ എ വീക്ക് റെക്കമെൻഡഡ് ആണ്. കാരണം ഈ ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് ഒരുപക്ഷെ കാലറീസ് ബേൺ ആവുന്നുണ്ട് ബോഡിയിൽ, നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ കാലറീസ് ബേൺ ആവുന്നുണ്ട്. പക്ഷേ മസിൽ സ്ട്രെങ്തനിങ്ങിനുള്ള ഒരു പ്രൊസീജിയർ അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു ഡു അറ്റ്ലീസ്റ്റ് 2 strength ട്രെയിനിങ് ഇൻ എ വീക്ക്. അത് റെക്കമെൻഡഡ് ആണ്. കാരണം ഫ്യൂച്ചറിൽ നമുക്ക് ഫോൾസ് പ്രിവെൻറ്റ് ചെയ്യുക, സ്റ്റെബിലിറ്റി, ബാലൻസ്, കോർഡിനേഷൻ ഇതൊക്കെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വെയ്റ്റ് ട്രെയിനിങ് ആണ്. അപ്പോൾ വീട്ടിൽ ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് കാലറീസ് ബേൺ ആവുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് മസിൽ സ്ട്രെങ്തനിങ്ങൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇത്രയും അങ്ങനെ സംസാരിക്കുന്ന ആളുകളെ ഫ്യൂച്ചറിൽ കൺസിഡർ ചെയ്യേണ്ടത് മിനിമം 2 ദിവസമെങ്കിലും വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുക, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഒത്തിരി ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് അവർക്ക് വർക്കൗട്ട് അവർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണോ, അല്ലെങ്കിൽ മെഡിസിൻ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇത് മാത്രം എടുത്ത് ഒരു ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുക എന്നൊക്കെ ഒത്തിരി ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. അവർ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണോ? നിർബന്ധമാണ്. ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ആക്ടിവിറ്റി സംഭവങ്ങളൊന്നും ഇല്ലാതെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. നമുക്ക് ഡയബറ്റീസ്, കൊളസ്ട്രോൾ, കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻ ഇല്ലെങ്കിൽ മെറ്റബോളിക് ഡിസീസസ്, ഇതെല്ലാം ഒറ്റ വാക്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ട്. ഇതിനെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു സംഭവമാണ്. ഇതെല്ലാം ഒരു ഡോക്ടർ ആയാലും പറഞ്ഞ ആക്ടിവിറ്റി കൂട്ടുക എന്നുള്ളത് തന്നെയായിരിക്കും ഒരു ഡോക്ടർ ഒരാളോട് റെക്കമെൻഡ് ചെയ്യുന്നത്.
ആക്ടിവിറ്റി കൂടി മെഡിസിൻസ് എടുത്തോണ്ട് മാത്രം പോരാ, അതിൻ്റെ കൂടെ ഫുഡും വേണം. മനസ്സിലായി? എല്ലാം ഒരുമിച്ച് വന്നാലും മാത്രമേ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. മെഡിസിൻസിൻ്റെ ഡോസേജ് കുറയ്ക്കാൻ പറ്റും. കൂട്ടുന്നതിന് പകരം നമുക്കത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. നോർമലി എല്ലാവരും ചെയ്യുന്നത് ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് ഫുഡ് നോക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നടക്കാൻ പോകുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് ഫുഡ് നോക്കും. അല്ല, നമ്മൾ ഫുഡ് എടുത്ത് മീൻസ് നമുക്ക് റിക്വയർഡ് എന്താണോ അത്. കാരണം നമ്മൾ ഫൈബറൊക്കെ കൂടുതൽ അടങ്ങിയ ഫുഡുകളൊക്കെ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡയബറ്റിക്സിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ആ റേഞ്ച് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ആ റേഞ്ച് കുറച്ച് കൊണ്ടുവരുന്നതനുസരിച്ച് നമുക്ക് മെഡിസിൻ്റെ ഡോസേജും കുറയ്ക്കാൻ പറ്റും. നമ്മൾ കാരണം കൂട്ടുന്നതിന് പകരം കുറയ്ക്കുക എന്നുള്ളതാണല്ലോ എപ്പോഴും നല്ലത്. എന്നിട്ട് ഹെൽത്തി ആയിട്ട് കുറച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ഈ അവോയ്ഡഡ് ആയിട്ട് പറയുന്ന സാധനങ്ങളൊക്കെ നമുക്കൊരു മിനിമൽ വല്ലപ്പോഴും ഒക്കെ ഒരു ചെറിയൊരു കഷ്ണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഷുഗറൊന്നും കൂടാൻ പോകുന്നില്ല. പക്ഷെ ബാക്കിയുള്ള സമയം പോർഷൻ സൈസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഫുഡ് കഴിക്കുന്ന ഫുഡിൻ്റെ പോർഷൻ സൈസ് കൺട്രോൾ ചെയ്യുക, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജ്യൂസ് ഫോമിൽ കഴിക്കാതെ ഫ്രൂട്ടായിട്ട് തന്നെ ഫൈബർ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ടൈമിങ് കീപ്പ് ചെയ്യുക, ഫുഡിൻ്റെ ടൈമിങ്, ഒരു ഫുഡിൽ നിന്ന് അടുത്ത ഫുഡിലോട്ടുള്ള ടൈമിങ് കീപ്പ് ചെയ്യുക, ഹൈഡ്രേറ്റ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. അതായത് ഒരു സ്പെസിഫിക് ടൈം ഉറങ്ങാനായിട്ട് കണ്ടെത്തുക. ഞാൻ ഇന്നിപ്പോൾ 10 മണിക്ക് ഉറങ്ങുകയാണ്, നാളെ പോയി ഞാൻ 11 മണിക്ക് ഉറങ്ങുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും എൻ്റെ സ്ലീപ്പ് ടൈം ഡിഫറെൻ്റ് ആണെങ്കിൽ എനിക്ക് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കിട്ടത്തില്ല. നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവും. അതായത് ഞാൻ ഒരു പർട്ടിക്കുലർ ഒരു കാര്യം ചെയ്തതുകൊണ്ട് മാത്രമേ എനിക്ക് റിസൾട്ട് വരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിനകത്തിപ്പം ഇൻസുലിൻ കണ്ടിന്യൂസ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും? അതിനെപ്പറ്റി നമുക്ക് ആധികാരികമായി പറയാൻ പറ്റില്ല, കാരണം ഡോക്ടേഴ്സൊക്കെ തന്നെയാണ് പറയേണ്ടത്. പക്ഷെ എന്നാലും ഓവർ ദ പീരീഡ് ഓഫ് ടൈം അതിൻ്റേതായ സൈഡ് എഫക്ട്സ് എല്ലാ മെഡിസിൻസിനും ഉണ്ടാവാറുണ്ട്. അപ്പം അതിനെ നമ്മൾ ഇൻസുലിൻ്റെ അങ്ങോട്ട് പോവാതെ എങ്ങനെ നമുക്ക് ഫുഡിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. ഇപ്പം നമുക്ക് ഇൻസുലിനുള്ള പേഷ്യൻസിനെ നമ്മൾ ഡയറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് ടാബ്ലറ്റിലോട്ട് എത്തിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷെ അതിനകത്ത് എന്താ പറയുക, അവരും നമ്മളോട് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ കുറഞ്ഞ് ടാബ്ലറ്റിലേക്ക് വന്ന് അങ്ങനെ ഒരാൾക്ക് അത് കഴിഞ്ഞിട്ടാണോ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബെനിഫിറ്റ് ഉണ്ടാവുക? അല്ല, സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ സ്റ്റേജിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിന് ഇപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ളവർക്ക് ഡയറ്റിനകത്ത് ഈ പ്രീ വർക്കൗട്ട്, പോസ്റ്റ് വർക്കൗട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ അവരുടെ ഡയറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായി? അത് ഓരോരുത്തരുടെ പേഴ്സണൽ അവരുടെ പറഞ്ഞില്ലേ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവരുടെ ബോഡി ടൈപ്പ് എങ്ങനെയാണ്, അവർക്ക് എന്താ പറയുക, അവർക്കിപ്പം ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലാണോ എന്നുള്ളതെല്ലാം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വർക്കൗട്ട് ഈ ഡയറ്റിൻ്റെ കൂട്ടത്തിൽ വർക്കൗട്ട് കൂടി വന്നാലാണ് കൂടുതൽ റിസൾട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് അവർക്ക് കാണിച്ചു വന്നത്. വെച്ചാൽ വിഗ്രസ് ആയിട്ടുള്ള എക്സസൈസ് നല്ല പറഞ്ഞത്, അതുപോലെ ചെറിയ ചെറിയ വാക്കിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു ട്രെഡ്മിൽസ് നമ്മൾ ആദ്യം പറയുന്നത് ഒരു 10 മിനിറ്റ് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് 3 days ഒന്ന് പോവാം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു 10 മിനിറ്റ് ആഡ് ചെയ്യുക. അങ്ങനെ ഗ്രാജുവലി ഓൾ ഓവർ ദ സഡൻ നമ്മൾ ഇത്രയും ഒരു ഡയറ്റ് കട്ടിങ്ങോ അല്ലെങ്കിൽ വർക്കൗട്ട് ഹെവി വർക്കൗട്ടുകളെല്ലാം കൊടുത്ത് ഞങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല. അപ്പം അതിന് പ്രോപ്പറായിട്ടുള്ള മോണിറ്ററിങ് ആവശ്യമാണ്. അവിടെയാണ് ഈ പ്രൊഫഷണൽസിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത്. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കേട്ട് ഞാനിങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ചിലപ്പം ഹെൽത്ത് കണ്ടീഷൻ ചിലപ്പം വേഴ്സ്റ്റ് ആയി പോകാനുള്ള ചാൻസസും ഉണ്ട്. നല്ല ചൂടിൻ്റെ സമയമാണ്. അതെ, ഈ സമയത്ത് ഹൈഡ്രേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെ, പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ സമയത്ത് നമ്മൾ എടുക്കേണ്ട മെഷർമെൻറ്റ്സ് എന്താണ്? നമുക്ക് ജനറലൈസ് ചെയ്ത് തന്നെ പറയാം. കാരണം ഇപ്പം ഭയങ്കര നമുക്ക് ചൂട് കൂടുതലാണ്, ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പോൾ നോർമലി നമ്മളെല്ലാവർക്കും ഒരു മിനിമം ഒരു 2.5 അല്ലെങ്കിൽ മിനിമം 3 liters ഓഫ് വാട്ടറാണ് നമ്മൾ അഡ്വൈസ് ചെയ്യും. നോർമലി നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നു. അതിനകത്ത് ചായ കാപ്പി ഒന്നും ഇൻക്ലൂഡ് അല്ല, നോർമലി വാട്ടർ. പക്ഷേ നോർമലി നമ്മൾ ആരും അങ്ങനെ ഒരു ഇൻടേക്ക് പർപ്പസ്ഫുള്ളി നമ്മളൊരു 3 liters വാട്ടർ ഒരു പെർ ഡേ നമ്മൾ കൺസ്യൂം ചെയ്യണമെന്ന് നമ്മൾ ആരും നോട്ടീസ് ചെയ്യാറില്ല. അപ്പം മിക്കവരും വിചാരിക്കുന്നത് ഞാൻ AC ക്കകത്തിരുന്നല്ലേ വർക്ക് ചെയ്യുന്നത്, അപ്പം പിന്നെ എനിക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ അധികം സ്വെറ്റ് ചെയ്യുന്നില്ല.
അങ്ങനെ ഡീഹൈഡ്രേഷൻ വരുന്നത്. പക്ഷെ നമ്മൾ എ സിക്കകത്തിരിക്കുമ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. നമ്മുടെ എ സിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ നിന്നും നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത് പുറത്ത് വിസിബിൾ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എ സിയുടെ കൂളിംഗ് കാരണം അത് അത്രയും വരുന്നില്ല. പക്ഷേ ഏത് പേഴ്സൺ ആയാലും ശരി മിനിമം നമുക്ക് 3 liters ഓഫ് വാട്ടർ തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യണം. പിന്നെ അതിനകത്ത് എക്സെപ്ഷൻ വരുന്നത് ഇപ്പം ചില റീനൽ പേഷ്യൻസിനൊക്കെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്ക് 700 ml ഒക്കെ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിൽ അത് ആ കണ്ടീഷനിലുള്ളവർ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾ അതെ റെക്കമെൻഡഡ് ആണ്. അത് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും മാത്രമേ കൺസ്യൂം ചെയ്യാം. അല്ലാത്തവർക്ക് എത്രത്തോളം നമ്മൾ വെള്ളം കുടിക്കാമോ അത്ര. ഈവൻ നമ്മൾ വെള്ളം കുടിക്കുന്നതെന്ന് പറയുന്നത് ഈവൻ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ ബോഡിയിൽ ഡീടോക്സിക് നടക്കും. 3 liters വാട്ടർ എന്ന് പറയുമ്പോൾ അതിൽ ഫ്രൂട്ട്സ് ഇൻക്ലൂഡഡ് ആണോ ഇല്ലെങ്കിൽ എക്സ്ക്ലൂഡഡ് ആണോ? എക്സ്ക്ലൂഡഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും അതിനകത്ത് ഇപ്പം നമ്മളിപ്പോഴും ചിലർ പറയും ഞാൻ ജ്യൂസ് കുടിച്ചു, ജ്യൂസ് കൂടെ ഇപ്പോൾ ഞാനൊരു 2 പീസ് വാട്ടർ മെലൺ കഴിക്കുകയാണ്, ഓറഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ അത് 3 liters കൂടാതെ നമുക്ക് എക്സ്ക്ലൂഡഡ് ആണ് ഇത് കഴിക്കുന്നത് അല്ലേ? അതെ അതെ. നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നു. അത്രത്തോളം നമ്മുടെ ബോഡിയിലുള്ള പ്യൂരിഫിക്കേഷൻ, അബ്സോർപ്ഷൻ, ഡൈജഷൻ, ഈവൻ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഓക്സിജൻ ക്യാരി സ്കിൻ ടോൺ വരെ വ്യത്യാസം വരും. ഇപ്പം നമ്മൾ പ്രോപ്പർ എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്ലഡിലും ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ഓക്സിജനാണ് വരുന്നത് അല്ലേ? അപ്പോൾ ആ ബ്ലഡിൻ്റെ ഫ്ലോ നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലഡ് പമ്പിങ് കുറച്ച് സ്ലോ ആണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ലോ കുറച്ചുകൂടി മൂവ് ചെയ്ത് കുറച്ചുകൂടി പമ്പിങ് കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും. ഈസി ആക്കുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് എല്ലാം നമ്മുടെ ബോഡിയിലോട്ട് ക്ലിയർ ചെയ്യുന്നത് യൂറിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് പോവുകയും ചെയ്യും. ഇപ്പോൾ ജിമ്മിലാണെങ്കിൽ തന്നെ വെള്ളം കുടിക്കുന്ന കുറവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രാമ്പ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതൽ. കാരണം ഒരുപാട് മെമ്പേഴ്സിന് നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. HB ലെവലൊക്കെ കുറയുന്നവരോട് നമ്മൾ പറയാറുണ്ട് അവരുടെ അയൺ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് നിങ്ങൾ വാട്ടർ കൂടി കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. കാരണം നമ്മൾ മെഡിസിൻസ് എടുക്കുന്നുണ്ട് HB ലെവൽ, എന്നിട്ടും ആ ഒരു പ്രോസസ്സിലോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നെങ്കിൽ വെള്ളം കൂടി ഒന്ന് ആ കറക്റ്റ് പ്രോപ്പർ ഇൻടേക്ക് ഇടുന്ന എടുത്ത് നോക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് വ്യത്യാസം വരുമെന്ന് നമുക്കത് കാണാൻ പറ്റും ആ ചേഞ്ച്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ തന്നെ മാറും നന്നായിട്ട്. നമ്മൾ വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ചിലർ പറയും ഞാൻ ഡയറ്റ് ചെയ്തിട്ട് എൻ്റെ സ്കിൻ, ചിലർ പറയില്ലേ അസുഖം പിടിച്ചവരെ പോലെ ഇരിക്കുന്നത്, മുഖം കൊഴിഞ്ഞു, കണ്ണ് കൊഴിഞ്ഞു, അങ്ങനെ ഇരിക്കണമെന്നൊക്കെ നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ല. പക്ഷെ നമ്മൾ നന്നായിട്ട് ഈ ഡയറ്റിൻ്റെ കൂട്ടത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാട്ടറും കൂടി കറക്റ്റായിട്ട് കൊണ്ടുപോയേക്കുന്ന ആ ഒരു ഗ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സമയത്ത് എല്ലായിടത്തും കാണാവുന്ന ഒരു സംഭവമാണ് ചെറിയ ചെറിയ ഷോപ്പുകളും നമുക്കിപ്പോൾ എയറേറ്റഡ് ഡ്രിങ്ക്സ് ആയാലും ശരി, പെപ്സി, കൊക്കക്കോള ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു സമയമാണ്. അതുകൂടാതെ പല പല ചെറിയ ചെറിയ ഷോപ്പുകൾ നമുക്ക് റോഡ് സൈഡിൽ കാണാം. അപ്പോൾ ഇത്രയും എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കുന്ന അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ ഈ സീസണിൽ കഴിക്കുന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതാണ്. നോർമലി ഇപ്പം ലൈം ജ്യൂസോ അങ്ങനെ വളരെ ലൈറ്റായിട്ടുള്ള എന്നാൽ അത്രയും ഷുഗറി അല്ലാത്ത സാധനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കുക്കുംബർ ജ്യൂസസ് അല്ലെങ്കിൽ ലൈം ജ്യൂസസ്, വാട്ടർമെലൺ ജ്യൂസസ് അതൊക്കെ കുറച്ചുകൂടി കൂൾ ഡൗൺ ചെയ്യും നമ്മുടെ മൊജിറ്റോസ് പോലുള്ള സംഭവങ്ങൾ കഴിക്കുന്നത്. അതിനകത്ത് എയറേറ്റഡ് അല്ലേ വരുന്നത്, കാർബണേറ്റഡ് അല്ലേ? മൊജിറ്റോസും അത് തന്നെയല്ലേ വരിക. നോർമലി ഇപ്പം കുക്കുംബർ ആണെങ്കിലും വാട്ടർമെലൺ ആണെങ്കിലും വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. അത് മാത്രമല്ല നമ്മുടെ ബോഡീനെ കൂളാവും, ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു കൂൾ ഡൗൺ ചെയ്യും നമ്മുടെ ബോഡീനെ. നമ്മളൊരു 2023 ആ ഒരു ടൈമിൽ നമ്മൾ ഒത്തിരി സെലിബ്രിറ്റീസ് കുറച്ച് പേര് വർക്കൗട്ടിനിടയ്ക്ക് കുഴഞ്ഞ് വീണ് മരിച്ചു, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറഞ്ഞു ഒത്തിരി ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സെലിബ്രിറ്റീസ് മാത്രമല്ല നോർമലുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പം ബാഡ്മിൻ്റൺ കളിച്ചോണ്ടിരുന്ന ടൈമിൽ ഇപ്പം എനിക്ക് പരിചയമുള്ള ഒരാളും ഈ എറണാകുളത്ത് തന്നെയാണ്, ആളും പറഞ്ഞ പോലെ അറ്റാക്കായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വർക്കൗട്ടിനിടയ്ക്ക് അങ്ങനെ സംഭവിക്കുന്നത്? അത് പേഴ്സണലി എന്നെ ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് F45 ഒരു ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്ത സമയത്താണ് പുനീത് കുമാർ മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഉണ്ടായിരുന്നത് ഹൈപ്പർട്രോഫിക് കാർഡിയാക് മയോപ്പതി എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റി ചെയ്യരുതെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇഷ്ടംപോലെ തവണ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്.
അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ് സെർജിയോ അഗ്യൂറോ എന്ന് പറയുന്നത്, അർജൻറ്റീനൻ പ്ലെയറാണ്. പുള്ളിക്കാരൻ റീസെൻ്റ്ലി ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. അപ്പോൾ റീസൺ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാൾക്ക് ഒരു മെഡിക്കൽ കണ്ടീഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു, ഒരു ഹാർട്ട് കണ്ടീഷനുണ്ട്. ആ ആൾ ഫുട്ബോൾ കണ്ടിന്യൂ ചെയ്താൽ ആൾ മരിച്ചു പോകും. അപ്പോൾ അയാൾക്ക് ഫുട്ബോളിൻ്റെ പീക്ക് സീസണില്ല, അതായത് ഒരു 20 to 32 ആണ് ഒരാളുടെ ഏറ്റവും പീക്ക് ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് ഫുട്ബോളിൽ നിന്ന് വിരമിക്കേണ്ടി വന്നത് ഈ ഒരു ഹാർട്ട് കണ്ടീഷൻ ഉള്ളതാണ്. അത് ഇഗ്നോർ ചെയ്ത് വർഷമേ നമുക്ക് കളിക്കാം. പക്ഷേ എപ്പോഴാണ് ആ റിസ്ക് ഫാക്ടർ, അതായത് നമ്മൾ ഒരു കുഴഞ്ഞു വീണ് മരിച്ചു പോകുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഇതുപോലത്തെ ചെക്കപ്പുകൾ ചെയ്യുക. പിന്നെ ഇത് നമുക്കൊരിക്കലും ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു കണ്ടീഷൻ അവർക്ക് ഇത്ര ഹാർട്ട് ബീറ്റ് മേലിലേക്ക് പോകാൻ പാടില്ല. നമുക്ക് ഡിഫറൻ്റ് ആയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നാൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 1 സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ട്രെയിനർ അവിടെ മോണിറ്റർ ചെയ്യുന്നത് എന്താണ്, ഹൈപ്പർ ടെൻഷനുള്ള ആൾക്ക് നോർമൽ ഹാർട്ട് റേറ്റിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അയാളെ പുഷ് ചെയ്യാൻ പാടില്ല. ഇതില്ലെങ്കിൽ അയാൾക്ക് കുറച്ച് സമയം കൊടുക്കണം. അല്ലെങ്കിൽ അയാളുടെ വെയിറ്റ് മാനേജ് ചെയ്ത് വെയിറ്റ് ലോസ് ഉണ്ടാക്കി പതിയെ നമ്മൾ അയാളെ പതിയെ പുഷ് ചെയ്യുക. അയാൾ ഓവറായിട്ട് പുഷ് ചെയ്യുന്നാൽ തീർച്ചയായിട്ടും മറ്റുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ലോഡ് ഹാർട്ടിന് താങ്ങാൻ പറ്റില്ല. നോർമലി ജിമ്മിൽ വന്ന് എൻക്വയറി ചെയ്യുന്ന ആൾക്കാർ കൂടുതലും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്, എനിക്ക് നീ പെയിൻ ഉണ്ട്, എനിക്കിവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ, ഞാൻ എന്ത് ടൈപ്പ് വർക്കൗട്ട് ചെയ്യണം, എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് എങ്ങനെയായിരിക്കും സിജി എങ്ങനെയാണ് അത് ക്ലയൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് അങ്ങനെ വരുന്നൊരു ക്ലയൻറ്റിനെ സിജി എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഫസ്റ്റ് നമ്മളൊരു നീ പെയിൻ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഒരു ഗ്രോയിങ് ഇപ്പോൾ ഒരു ജിമ്മിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കുള്ള ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഞാൻ അതിനെ പേഴ്സണലായിട്ട് കാണുന്നത് ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ തന്നെ മിക്ക ജിമ്മുകളിലും ഇല്ലെങ്കിൽ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു പ്രൊസീജിയർ സൂപ്പർമാൻ എക്സസൈസ് കൊടുക്കുക, ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു ബ്ലൈൻഡായിട്ട് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറായിട്ടാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. കാരണം ബാക്ക് പെയിന് പല റീസൺസ് ഉണ്ടാവും. നമുക്കൊരു 10 മേലെ റീസൺസ് കൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ വരാം. ആംഗിളിന് എന്തെങ്കിലും മിസ്അലൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ, ഫുട്ട് ആൻഡ് ആംഗിൾ മിസ്അലൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ വരാം. ഹിപ്പ് അലൈൻമെൻറ്റ് തെറ്റാണെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ വരാം. ഷോൾഡർ അലൈൻമെൻറ്റ് ഇല്ലെങ്കിൽ ഷോൾഡറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, സ്കാപ്പുലാസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ വരാം. നമ്മുടെ സ്പൈനിനെ അലൈൻ ചെയ്ത് നിർത്തുന്ന മസിൽസിൻ്റെ വീക്ക്നെസ് നമുക്ക് ബാക്ക് പെയിനിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഹിപ്പിനെ സറൗണ്ടഡ് ആയിട്ടുള്ള മസിൽസ്, അങ്ങനെ പല റീസൺസ് കൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇല്ലെന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ നീ പെയിൻ ഉണ്ട്. നീ പെയിൻ്റെ കേസും ഇത് തന്നെയാണ്. നീ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ജോയിൻ്റ് അല്ല, ഹിപ്പും ആംഗിളുമാണ് നീസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്അലൈൻമെൻറ്റ് ഹിപ്പിലോ ആംഗിളോ ഉണ്ടായി കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യുന്നത് നീനായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു നീ സ്പെഷ്യലിസ്റ്റ് ഇല്ലെങ്കിൽ ഹിപ്പ് സ്പെഷ്യലിസ്റ്റിനെ കണ്ടതിന് ശേഷം, ഇല്ലെങ്കിൽ ലോവർ ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഫിസിഷ്യനെ കണ്ട് എന്തുകൊണ്ടാണ് ബാക്ക് പെയിൻ ഉണ്ടെന്നുള്ളൊരു റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിനുള്ള എക്സസൈസ് കൊടുക്കുക, ഇല്ലെങ്കിൽ എക്സസൈസ് മോഡിഫൈ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ, കാരണം ഞാൻ ഇതുമായിട്ട് സംബന്ധിച്ച് ഓർത്തോപീഡിക് എക്സസൈസ് സ്പെഷ്യലൈസേഷൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഒരുപാട് കേസുകൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് അപ്രോച്ച്, നീ പെയിൻ ഉണ്ടെന്ന് കരുതി നീ സറൗണ്ടിങ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക, ആ പ്രോസസ്സ് കറക്റ്റ് അല്ല. അതല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ട്, ജസ്റ്റ് സൂപ്പർമാൻ എക്സസൈസും ബാക്ക് സ്ട്രെങ്തനിങ് ചെയ്തെന്ന് കരുതി ബാക്ക് പെയിൻ മാറണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ബോഡി അപ്രോച്ച്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളൊരു ഫുൾ ബോഡി അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഈ റീസൺ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇഞ്ചുറീസിൻ്റെ കേസിലെന്ന് പറയുമ്പോൾ, ഇഞ്ചുറി വന്ന ഒരാൾ ഒരു നല്ലൊരു സൂപ്പർവിഷൻ, അതായത് ഇഞ്ചുറീനെ കുറിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനറുടെ അണ്ടറിലായിരിക്കണം ട്രെയിൻ ചെയ്യേണ്ടത്. അതിന് റിക്കവറി ടൈം ഉണ്ട്. ഒരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 2 days 3 days വരെ നമുക്ക് റെസ്റ്റ് കൊടുക്കാം. അതും ആളുകൾക്കുള്ള ഒരു സംശയമാണ്, ഇഞ്ചുറി ഉണ്ടെങ്കിൽ പിന്നെ ജിമ്മിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ എത്രത്തോളം ഒരു മസിൽസ്, ഇഞ്ചേർഡ് ആയ മസിൽസ് യൂസ് ചെയ്യാതിരിക്കുന്നിടത്തോളം ആ മസിൽസ് അട്രോഫി എന്ന് പറയും, ഡിസ്യൂസ് അട്രോഫി എന്ന് തന്നെ പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യാത്തിടത്തോളം മസിൽ വീക്കായിക്കൊണ്ടിരിക്കും. സാധാരണ എല്ലാവരും ഡയറക്റ്റ് ഒന്ന് ജിമ്മിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അതിന് പകരം എക്സസൈസ്, ലോവർ ബാക്ക് ഇഞ്ചുറി, നീ പെയിൻ, വാട്ട് എവർ ദ ഇഞ്ചുറീസ്, ബെറ്റർ ടു കൺസൾട്ട് എ ഫിസിഷ്യൻ. പതിയെ
എക്സ്റേസിയൻ ക്ലിയർ ആണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഒരു ജിമ്മിൽ ചെന്ന് ട്രെയിനർ അപ്രോച്ച് ചെയ്യുക. പിന്നെ ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഫുഡ് കഴിക്കണം, കൂടുതൽ പ്രോട്ടീൻ എടുക്കണം, ഇനിയിപ്പോൾ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? സോ അവർക്ക് പ്രോട്ടീൻ പൗഡർ അല്ല, ഫോർ എക്സാമ്പിൾ നല്ല ഒരു ടോപ്പിക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇഞ്ചുറി എല്ലാവരോളെ സംബന്ധിച്ച് അത് ഹീലിംഗ് ടൈമാണ്. അതിനൊരു ഹീലിംഗ് ടൈം ഉണ്ടാവും ഇഞ്ചുറിയുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട്. അപ്പോൾ അതിനെ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നൊക്കെ ആയിരിക്കും അതിനെ ടെക്നിക്കലി അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ ഹീലിംഗ് ടൈം കൂടുതലായിരിക്കും. ഈ ഹീലിംഗ് ടൈമിൽ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. സപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. സപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂട്രീഷൻ ലാക്ക് ചെയ്യുമ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അതിന് സപ്ലിമെൻറ്റ്സ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ നമ്മൾ എപ്പോഴും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിലേക്ക് ആക്സസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പ്രോട്ടീൻ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഒരു പേഴ്സണൽ ട്രെയിനർ ലൈസൻസ്ഡ് ന്യൂട്രീഷനിസ്റ്റ് അല്ല എങ്കിൽ ആ ട്രെയിനർക്ക് ഒരു പ്രോട്ടീൻ പൗഡർ റെക്കമെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതൊരു ഡയറ്റീഷ്യൻ, രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ന്യൂട്രീഷനിസ്റ്റ് ആണ് പ്രോട്ടീൻ പൗഡർ കഴിക്കണോ വേണ്ടിയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ ഒരു ട്രെയിനർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം. ആ ഒരു ക്ലയൻറ്റ് പ്രോട്ടീൻ പൗഡർ കഴിക്കണമെന്ന് ചോദിച്ചാൽ ആ ഒരു ക്ലയൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം. പേഴ്സണലി ഞാൻ 45 വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 കൊല്ലമായി. ഞാൻ ഇതുവരെ എൻ്റെ അടുത്ത് മിക്ക ആളുകളും വന്ന് ചോദിച്ചിട്ടുണ്ട്, സുജി പ്രോട്ടീൻ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആർക്കും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ കഴിച്ചിട്ടുണ്ട് പ്രോട്ടീൻ പൗഡർ. ഒരു 1.5 വർഷം മുമ്പ് ഞാൻ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതാണ്. അതിൻ്റെ റിസ്ക് എനിക്കറിയാം. കാരണം അതിൽ സിമി നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രിസർവേറ്റീവ്സും ഒരുപാട് അത് ഇത്ര നാളത് കേടുകൂടാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസ്ക് ഫാക്ടർ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് എനിക്ക് എന്തെങ്കിലും അലർജി ഉണ്ടാക്കുമോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് റിസ്ക്കാണ്. പക്ഷേ അത് ഞാൻ ഒരാൾക്ക് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. സിമി ഒരു രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ ആയതുകൊണ്ട് തന്നെ ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സിമിക്ക് അത് ഒരാളുടെ നീഡ് അനുസരിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ള ഒരാളാണ്. സിമി തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയണമായിരിക്കും നല്ലത്. സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു തീരാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം സപ്ലിമെൻറ്റ്സ് ഇപ്പം നമ്മൾ നോർമലി എല്ലാവരും ജിമ്മിൽ പോകാമെന്ന് കേൾക്കുമ്പം തന്നെ ഒരു പ്രോട്ടീൻ പൗഡർ അങ്ങോട്ട് ഓർഡർ ചെയ്യും. അത് എന്തിനാണ് എന്ന് പോലും അറിയാതായിരിക്കും ചിലപ്പം അവർ ഓർഡർ ചെയ്യുന്നത്. അപ്പം നമുക്കത് ആവശ്യമുണ്ടോ എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കുക. പിന്നെ നമ്മളുടെ ഗോൾ എന്താണെന്ന് നോക്കുക. ആ ഗോളിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രോട്ടീൻ പൗഡർ എടുത്താൽ മതി. ഇപ്പം നമുക്ക് നാച്ചുറൽ സോഴ്സ് ഓഫ് പ്രോട്ടീൻസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. ഇപ്പം നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഫിഷ്, ചിക്കൻ, എഗ്ഗ് എല്ലാം പ്രോട്ടീൻ കണ്ടന്റിൽ വരുന്നതാണ്. ചോദിച്ചതുപോലെ നമുക്ക് പ്രോട്ടീൻ പൗഡർ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ പ്രോട്ടീൻ പൗഡർ എടുക്കേണ്ട ആവശ്യമില്ല. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറൽ സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഫിഷ് കഴിക്കാം, ചിക്കൻ, എഗ്ഗ്, അപ്പം അല്ലെങ്കിൽ പൾസസ് എന്ന് പറയുമ്പം പരിപ്പ്, പയറ്, കടല, ചെറുപയർ, വൻപയർ, ബൈ പ്രോഡക്റ്റ് മിൽക്കിൻ്റെ ബൈ പ്രോഡക്ട്സിന് വരുന്ന പനീർ, തോഫു, പിന്നെ സോയ, അങ്ങനെ ഇഷ്ടം പോലെ പ്രോട്ടീൻ സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം അപ്പം അതുകൊണ്ട് പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നത് പാലിൽ നിന്ന് തന്നെയാണ്. അപ്പം നമുക്ക് നാച്ചുറലി നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെടുത്താൽ പോരെ. എന്തിനാണ് നമ്മൾ സപ്ലിമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? പിന്നെ ഇപ്പം ഒരു വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പം നോർമൽ ഒരു ആക്റ്റീവ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ട പ്രോട്ടീൻ സോഴ്സ് നമുക്ക് വെജ് പ്രോട്ടീനിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അവരുടെ നീഡ് കുറച്ചുകൂടി ഹയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അവർക്കൊരു സപ്ലിമെൻറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ആൾക്ക് എന്താണ് ആവശ്യം, പല ടൈപ്പ് ഓഫ് പ്രോട്ടീൻ പൗഡേഴ്സ് ഉണ്ട്. അല്ല, ആൾക്ക് എന്താണ് ആവശ്യം എന്ന് നോക്കി നമ്മൾ കറക്റ്റായിട്ട് അവരെ ഗൈഡ് ലൈൻ ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ നോർമലി പറയും നീ ആ പ്രോട്ടീൻ പൗഡർ എടുത്തോ, നീ ഈ പ്രോട്ടീൻ പൗഡർ എടുത്തോ, അല്ലെങ്കിൽ റേറ്റ് നോക്കി പ്രോട്ടീൻ പൗഡർ എടുക്കും. കാരണം 1000 രൂപ മുതൽ 12,000 രൂപ വരെ കിട്ടുന്ന പ്രോട്ടീൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം 1000 രൂപയുടെ പ്രോട്ടീനിനകത്ത് എന്തോരം ക്വാളിറ്റി ഉണ്ട്, നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ളതാണോ എന്നുള്ളതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ എപ്പോഴും അതിനൊരു സൈഡ് എഫക്ട്സ് ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. അത് ഓരോരുത്തരുടെയും ബോഡി ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കറക്റ്റ് പ്രോപ്പർ ഗൈഡ് ലൈനിൽ അഡ്വൈസബിൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഒരുപാട് ആളുകൾ സ്റ്റാർവ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ഭക്ഷണം കഴിക്കാതെ വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ
ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്നാണ് ഭക്ഷണം കഴിക്കാതെ വെയിറ്റ് ലോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബോഡിയിൽ സംഭവിക്കാവുന്ന ചേഞ്ചുകൾ. നമുക്ക് നമ്മൾ സ്റ്റാർവ് ചെയ്ത് ഇപ്പം ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിറ്റീവ് ഫാക്ടേഴ്സ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, എനർജി ഗിവിങ് ആയ കാർബോഹൈഡ്രേറ്റ്, മിനിമൽ ഫാറ്റ്, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മൾ സ്റ്റാർവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് കൊടുക്കണില്ല. അപ്പോൾ അതിൻ്റേതായ മെഡിക്കൽ കണ്ടീഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. രണ്ടാമതെന്ന് പറയുന്നത് സ്റ്റാർവ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ തിരിച്ച് കഴിച്ചു തുടങ്ങുമ്പോൾ അത് ബൗൺസ് ബാക്ക് ചെയ്യും. പിന്നെ സ്റ്റാർവ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലും നമ്മുടെ മസിൽ ലോസ് ആണ്, അതായത് ലീൻ ടിഷ്യൂസാണ് പോകുന്നത്. മസിൽ എന്ന് പറയുന്നത് കാണുന്ന പോലെ ബൾക്ക് മസിൽസ് ഒന്നുമല്ല. നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി ലെയർ എന്ന് പറയുന്നത് നമ്മളുടെ ലീൻ ടിഷ്യൂസാണ്. അപ്പം ആ ലീൻ ടിഷ്യൂസാണ് നമുക്ക് പോകുന്നത്. അപ്പം ഫാറ്റിൻ്റെ അക്കുമുലേഷൻ കൂടത്തേ ഉള്ളൂ, കുറയുന്നില്ല. നമ്മൾ വെയിൻ സ്കെയിൽ കയറി നിൽക്കുമ്പം ആ നമ്പേഴ്സ് മാറുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ ഒരു എയിം. എങ്ങനെയാണ് വെയിറ്റ് കുറയുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. നമ്മളിപ്പം ഡയറ്റും എക്സസൈസും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയി നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇപ്പം സംസാരിച്ചത്. പക്ഷെ അതിന് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തീരാത്തൊരു ടോപ്പിക്കാണ്. ഒരുപാട് അതെ, ഫിറ്റ്നസ് എന്ന് പറയുന്നതും ഡയറ്റ് എന്ന് പറയുന്നതും എല്ലാം നമുക്ക് പറഞ്ഞാലും സംസാരിച്ചാലും തീരാത്ത ടോപ്പിക്കാണ്. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക്, അടുത്തതിൽ നിന്ന് ജമ്പ് ചെയ്ത് അടുത്തതിലേക്ക്. ഡയറ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. പല പല ടൈപ്പ് ഓഫ് ഡയറ്റ്സും പേഴ്സണലൈസ്ഡ് ഡയറ്റുകളും. ഇപ്പം നമ്മൾ പറയുന്നത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി നമ്മളത് സെറ്റ് ചെയ്യുന്നത് തന്നെ ഭയങ്കര ഡിഫറെൻറ്റ് മെത്തേഡിലാണ്. അപ്പം അതുപോലെ തന്നെയാണ് വർക്കൗട്ടും ഇൻഡിവിജ്വലി ഇപ്പം പറഞ്ഞ പോലെ തന്നെ പേഴ്സണലൈസ്ഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഓരോരുത്തരുടെയും ബോഡി ടൈപ്പും അവരുടെ നീഡ്, അവർക്ക് ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ട് മോഡിഫൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ഡയറ്റും എല്ലാം ഈക്വലി അങ്ങനെ തന്നെയാണ്. അതായത് എല്ലാം പേഴ്സണലൈസ്ഡ് ആണ്. അതെ, അപ്പം അത് ഓരോരുത്തർക്ക് എങ്ങനെ സൂട്ട് ആവുന്നു എന്നത് നമ്മൾ നല്ല ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ നിങ്ങൾ ചൂസ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ആ ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് നിങ്ങൾ പൈസ ബാക്കി കാര്യങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്യരുത്. എങ്ങനെ ആയാലും നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക, ഹെൽത്തി ആയിട്ട് കഴിക്കുക, ബോഡീനെ ആക്റ്റീവായിട്ട് നിർത്തുക. അത് നമുക്ക് ആരുടെയും അഡ്വൈസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പോർഷൻ സൈസ് നോക്കി കഴിക്കുക, ടൈമിങ് കറക്റ്റ് ആക്കുക, ഉറക്കം, വെള്ളം, വാട്ടർ എല്ലാം, എക്സസൈസ്. ഇപ്പം സിജി പറഞ്ഞ പോലെ ഒരു 20 മിനിറ്റ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങളത് ചെയ്യുക. അത്രയുമെങ്കിലും നിങ്ങളുടെ ബോഡീനെ ആക്റ്റീവാക്കി നിർത്തുക. അപ്പം അത്രയെങ്കിലും നമുക്ക് നോർമലി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും സമയമുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ പറയാം. പക്ഷെ നമുക്ക് ലിമിറ്റഡ് ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് നിർത്താം. എന്തായാലും നല്ലൊരു ടോപ്പിക്കായിരുന്നു, നല്ലൊരു ഡിസ്കഷനായിരുന്നു. എന്തായാലും സിജിക്കും ജിബിയയ്ക്കും താങ്ക് യു. ഞങ്ങൾക്കും കുറച്ച് ഡയറ്റിനെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു ഐഡിയ അറിയാൻ പറ്റി. എന്തായാലും നമുക്ക് ഫ്യൂച്ചറിൽ ഒരു അതെ ഇങ്ങനെ ഒരു ഡിസ്കഷനിൽ ഇരിക്കാൻ പറ്റും. പുതിയ ടോപ്പിക്കുമായിട്ട് തീർച്ചയായും ഇരിക്കാം. താങ്ക് യു. ശരി, താങ്ക് യു.